ഇപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ ചിറ്റ്ചാറ്റിൽ ഷാജനുണ്ട്. ഷാജൻ അമേരിക്കയിൽ നിന്നും ദോഹ എയർപോർട്ടിലാണ്, ലോഞ്ചിലാണ്. ഫ്ലൈറ്റ് സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ചിറ്റ്ചാറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് വെനസ്വേലയുമായിട്ടും കൊളംബിയയുമായിട്ടും ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഒരു കോൺഫ്ലിക്റ്റും ഫൈറ്റുമാണ്. മനസ്സിലാക്കിയ രണ്ട് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ്. അമേരിക്കയുമായിട്ട് മറൈറ്റൈം അതിൻ്റെ ബോർഡറാണ് വെനസ്വേല. ഏകദേശം 2 ലക്ഷം വെനസ്വേലക്കാർ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അമേരിക്കയിൽ കുടിയേറി, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെയാണ്. പക്ഷേ ഷാജിന് ഈ ടോപ്പിക്കുമായിട്ട് നല്ല ബന്ധമാണ്. ഷാജിനോട് ചോദിക്കാം. ഷാജ നമസ്കാരം. ഷാജി, ഈ പറയുന്ന വെനസ്വേലയുമായിട്ട് അമേരിക്ക ഒരു വാറിൻ്റെ രീതിയിലോട്ടാണോ പോകുന്നത്? കാരണം അവരുടെ സമ്മറൈൻ, അതിൻ്റെ അകത്ത് ഡ്രഗ് വരുന്നു, അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു ഷിപ്പ് വരുന്നു, അതിനെ അറ്റാക്ക് ചെയ്യുന്നു. കൊളംബിയയുമായിട്ട് പൂർണ്ണമായിട്ടും അമേരിക്ക പറഞ്ഞു ഒരു രക്ഷയുമില്ല, അതിനെ ഡ്രഗിൻ്റെ കാട്ടിൽ നശിപ്പിച്ചേ മതിയാകൂ. എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത്? ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടോടെ നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ അമേരിക്കയുടെ ഈ ഫെന്റനൈൽ എപ്പിഡമിക് എന്ന് പറയുന്നത് ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതായത് ഈ ഡെത്ത് റേറ്റ് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം നമുക്കൊരു ഡീറ്റെയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു 2020 ശേഷം ഒക്കെയുള്ള ഈ ഫെന്റനൈൽ ഓവർഡോസിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സിവിയറായിട്ട് അത് കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊരു എനിക്കതിനകത്തുള്ള ഒരു പേഴ്സണലി എനിക്ക് ആ കാര്യം അറിയാവുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ഒരു മെന്റൽ ഹെൽത്ത് ക്ലിനീഷ്യനാണ്. അപ്പൊ പുള്ളിക്കാരി ERല് ഒരു ദിവസം ഒരു 15 പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ഒരു 50% ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മള് ഫിലഡൽഫിയ പോലുള്ള മെട്രോ സിറ്റീസില്, ലിബറൽസ് ഭരിക്കുന്ന സിറ്റീസില് ക്രൈം സപ്രസ് ചെയ്യാനായിട്ട് അവര് മുൻകൈ എടുക്കാത്ത സിറ്റീസിലെല്ലാം ഈ ഡ്രഗിന്റെ ഇൻഫ്ലോ അത് ഭയങ്കര ഹെവിയാണ്. അപ്പൊ അതൊരു കൺസേൺ ആയിരുന്നു കുറെ നാളുകളായിട്ട്. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ട്രംപിന്റെ ടൈമിലും അതിനുശേഷം തുടർന്ന് വന്ന ബൈഡന്റെ 4 വർഷക്കാലവും ഇതിന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. മെയിൻലി ബിക്കോസ് നമ്മുടെ ഈ ഓപ്പൺ ബോർഡർ ആയിരുന്നത് അതിനൊരു വലിയൊരു റീസണാണ്. അപ്പൊ എന്നാൽ 2ാം ടൈമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപ് ഇത് അങ്ങ് എസ്കലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ഇന്റലിജൻസ് എഫോർട്ട് ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ അങ്ങ് ടാർഗറ്റ് ചെയ്യും. അതിനകത്തിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ക്യാബിനറ്റിന്റെ ഒരു കോമ്പിനേഷൻ ഇതിനകത്തിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം പീറ്റ് ഹെക്സത്ത്, സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെക്സത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് ഈ ഒരു അവസരത്തിൽ വെനസ്വേലൻ പ്രസിഡന്റ് ആയിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഹി സെഡ് എന്തും ചെയ്യും, ഈ ട്രാഫിക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് US വിൽ ഡു എനിത്തിങ്. ഇഫ് ദേ ഹാവ് ടു ഗോ ഓൺ അവരുടെ വെനസ്വേലയെ കെയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ തയ്യാറാണ്. കാരണം അത് ഇത്രമാത്രം അത് ഒരു നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. അതാണ് ഈ നമ്മളൊരു എന്താ പറയുക, ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. പക്ഷെ ഈ ഡ്രഗ് ട്രാഫിക്കിംഗ്, ഈ നാർക്കോ ടെററിസം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഏത് എക്സ്റ്റെന്റിൽ പോകണമോ ഇന്ന് വരെ ഒരു അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു എഫോർട്ടും ഈ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, അതിൻ്റെ അകത്ത് ചില മീഡിയ ഒക്കെ പറയുന്നത്, അതായത് ട്രംപിനെ എതിർക്കുന്ന മീഡിയ പറയുന്നത് അവിടെ ഭരിക്കുന്ന ആളെ അവിടുത്തെ പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയാണ്. പിന്നെ ഫോക്സ് ന്യൂസിനകത്ത് ഞാൻ കാണുമ്പോൾ അയാൾ പറഞ്ഞു ഗ്രാജുവൽ പ്രോസസ്സിൽ അയാൾ മാറാൻ തയ്യാറാണ്. വെനസ്വേല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇലക്ഷൻ അട്ടിമറിച്ചാണ് അയാൾ ജയിച്ചു വരുന്നത്. ഇപ്പോൾ രണ്ടാമത് അയാൾ വീണ്ടും പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, കാരണം ടെലഗ്രാഫ്, വാഷിംഗ്ടൺ പോസ്റ്റിലൊക്കെ പറയുന്നത്, അതായത് റഷ്യൻ കമ്പനികളെയും ചൈനീസ് കമ്പനികളെയും അവിടെ ഓയിൽ എക്സ്പ്ലോർ ചെയ്യാൻ അതിൻ്റെ സ്ഥാനം അമേരിക്കയ്ക്ക് കൊടുക്കാം. പുള്ളിക്ക് അവിടെ
കുറച്ച് നാളും കൂടെ തുടരണമെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ എന്തുവാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ഒരു ഓഫർ വെച്ചു. ഈ മുഡ്രോ എന്ന് പറയുന്ന ആള് US വെച്ച ഓഫർ ഈ സെറ്റ് US എല്ലാ കാര്യത്തിലും അപ്പർ ഹാൻഡ് തരാം. അതായത് ഓയിലിനകത്തിൽ അപ്പർ ഹാൻഡ് തരാം, അവിടെയുള്ള മിനറൽസിനകത്തിൽ അപ്പർ ഹാൻഡ് തരാം, ട്രേഡിനകത്തിൽ ഇവർ പറയുന്നത് പോലെ കേൾക്കാം എന്ന് പറഞ്ഞ് പല ഓഫറുകളാണ് പ്രസിഡന്റ് ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വാൻസിനും മുമ്പിൽ വെച്ചത്. വാട്ട് ദേ സെഡ് നോ, വേണ്ടാന്ന് പറഞ്ഞു. ഡ്രഗ് ട്രാഫിക്കിങ്ങിന് മുകളിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാർക്കോ ടെററിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് ഈക്വൽ ആസ് എനി അതർ ടെററിസം US സംബന്ധിച്ചിടത്തോളം. കാരണം അത്രമാത്രം ഇൻഫ്ലോ വന്നിട്ട് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ചെറുപ്പക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ ഇത് അധികം ബാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട്, നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അത് ഈ പറയുന്ന പോലെ ബാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. അത് ഫാമിലീസിന്, ഇവിടെയുള്ള ചർച്ചസിന്, കമ്മ്യൂണിറ്റീസിനൊക്കെ ഒരു വലിയൊരു ഡെഫിനറ്റ്ലി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ. അതുകൊണ്ട് ഈ പറയുന്നതിനകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത ഓഫറുകൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അതിനോട് നോ പറഞ്ഞു. ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്റ്റോപ്പ് ചെയ്യാൻ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും വെനസ്വേലയ്ക്കെതിരെ സാങ്ഷനുണ്ട്. അതേപോലെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അമേരിക്കൻ ഓയിൽ ജയൻസ്, ഷാവറോഡ്, അങ്ങനെ പല കമ്പനികളോട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് ഓയിലും വാങ്ങുന്നുണ്ട്. ലോകത്തിലെ ഓയിലിൻ്റെ 18% വെനസ്വേലയിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ അതായത് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി പട്ടണിയും ഹൈ എൻഡാണ്, വളരെ കൂടുതലുമാണ്. പക്ഷേ ഈ രാജ്യത്തിന് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ വെനസ്വേലയ്ക്ക് എന്താണ് കിട്ടിയത്? ഇത്രയും റിച്ചാണ്. ഇപ്പം എവിടെയാണ് ഇതിന് ഈ രാജ്യത്തിന് തെറ്റുപറ്റിയത്? ബേസിക്കലി ഇപ്പം ഈ അതിനകത്ത് ഇപ്പം ഈ 2020 തന്നെ ഈ മുഡ്രോയെ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് 2020 പ്രസിഡന്റ് ട്രംപ് അല്ല ഭരിക്കുന്നത്. ബൈഡൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഈ മുഡ്രോയും അയാളുടെ ഒരു 10ഓളം വരുന്ന അസോസിയേറ്റ്സിനെയും ഇവരുടെ ഈ ഒരു കാർട്ടൽ നെറ്റ്വർക്കിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്നു. അതിന്റെ മിലിറ്ററി എലൈറ്റ്സിനെ അത് സ്മഗിൾ ചെയ്തതിന്, കൊക്കെയിൻ സ്മഗിൾ ചെയ്തതിന് അത് കൊളംബിയയിൽ കൂടെ വെനസ്വേല ഈ കൊക്കെയിൻ സ്മഗ്ലിങ്ങും ഒക്കെ നടത്തി ബോർഡറിനകത്തിൽ ഇത് കൊണ്ടുവന്നതിന് 2020 ഈ മുഡ്രോനെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇൻഡിക്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തിൽ ഇത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണണം. വെനസ്വേലയുടെ അവിടുത്തെ ഒരു അസ്ഥിരത, പൊളിറ്റിക്കൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ അസ്ഥിരത, അതെല്ലാം ഇതിനൊരു മറയാണ്. ഈ ഡ്രഗ് കാർട്ടൽസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ഡ്രഗ് കാർട്ടൽസിന് അത് യൂട്ടിലൈസ് ചെയ്യുക, അവരുടെ ഇൻസ്റ്റെബിലിറ്റി അവർ യൂസ് ചെയ്യുക. അല്ല ഷാജന, കാര്യമായിട്ട് ഷാജൻ പറഞ്ഞു വരുന്ന അമേരിക്കൻ ഗവൺമെന്റ് വിശ്വസിക്കുന്നത് ഈ അവിടെ ഭരിക്കുന്ന മൊർഡോർ, അതേപോലെ തന്നെ കൊളംബിയ, ഈ ഗവൺമെന്റ് നേരിട്ട് ഡ്രഗ് ട്രാഫിക് നടത്തുന്നെന്നാണ് പറയുന്നത്. യെസ്, പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ കൊളംബിയൻ പ്രസിഡന്റ് ഇല്ലേ, പെട്രോ, അദ്ദേഹമായിട്ട് ഒരു സംസാരം ഉണ്ടായി. പ്രസിഡന്റ് ട്രംപ് പെട്രോയോട് പറഞ്ഞേക്കുന്ന, പെട്രോ വളരെ നാസ്റ്റി ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ, ദ വേഴ്സ്റ്റ് ലീഡർ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി എന്ന് അയാളെ കുറിച്ച് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. അപ്പൊ അതിനകത്തിൽ ഇത് ഡെഫിനറ്റ്ലി അവർക്ക് ഇതിനകത്തിലൊരു ചുമ്മാതെ ഇപ്പൊ മുഡ്രോയുടെ ഒരു വെനസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ രാജ്യം. അപ്പൊ ഈ US അടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു
പിന്നെ ലീഡർക്ക് ആൾക്ക് പോയിട്ട് ഒരു $50 മില്യൺ അയാളുടെ തലയ്ക്ക് വിലയിടുക പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വെറുതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. സോ US ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഈ ഫെന്റനൈൽ എപ്പിഡമിക് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് എ പ്രയോറിറ്റി. അത് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പല അഡ്മിനിസ്ട്രേഷൻസ് നോക്കിയിട്ട് നടന്നില്ല. മാത്രമല്ല ഈ ഡെമോക്രാറ്റിക് റൺ സിറ്റീസ് ഈ ക്രൈം നടക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ സ്റ്റേറ്റുകളില് പിന്നെ ഈ ക്രൈം എൻഫോഴ്സ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അറ്റോർണീസാണ്. ഓരോ കൗണ്ടീസിലെ ഡിസ്ട്രിക്ട് അറ്റോർണീസ് ഉണ്ട്. അപ്പൊ മെട്രോ സിറ്റീസിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് അറ്റോർണിമാരും they are funded by ജോർജ് സോറോസ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് എന്റർപ്രണർ, ലിബറൽ എന്റർപ്രണർ ഈ DAസിനെ മാത്രം ഒരു സമയത്ത് ഇദ്ദേഹം DAസിനെ മാത്രമേ ഫണ്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ നേഷൻ വൈഡ് ആയിട്ട് DA ഇലക്ഷനിൽ ഫണ്ട് ചെയ്തിട്ട് അപ്പൊ ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ക്രൈം ചാർജ് ചെയ്യുന്നത് ഈ DAs ആണ്. ലോസ് ആഞ്ചലസിൽ $900 താഴെ മോഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറ്റമില്ല എന്നൊരു DA പറയുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതുപോലെ തന്നെ ഈ ഡ്രഗ് കൈവശം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യുന്നില്ല, കേസ് ചാർജ് ചെയ്യുന്നില്ല, ക്രൈം ചാർജ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഇതങ്ങ് ഭയങ്കരമായിട്ട് അത് വൾഗറായി. ഇടപെട്ടൊരു ചോദ്യം, ഇപ്പൊ ഈ ഫെന്റൈലിന്റെ ഇഷ്യൂവായി ബന്ധപ്പെട്ട് ഒത്തിരി പേരെ ഡീപ്പോർട്ട് ചെയ്തു. അതേപോലെ കാനഡയുടെയും മെക്സിക്കോയുടെയും അവിടെ ഒരു മിലിറ്ററി ബോർഡറിൽ മിലിറ്ററി രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ഈ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഈ ബോർഡർ കടന്ന് ഈ വരുന്നത് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ്. അത് ഈ ബോർഡർ വഴിയുള്ള ട്രാഫിക്കിംഗ് കുറഞ്ഞപ്പോൾ ഇവര് സീ വഴിയുള്ള ട്രാഫിക്കിംഗ് കൂട്ടാൻ നോക്കി. അപ്പൊ ഞാൻ പറയുന്നത് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയിലേക്ക് വരികയാണ്. ഗവൺമെന്റ് അറിയാതെ എങ്ങനെയാണ് ഒരു സബ്മറീൻ US കോസ്റ്റിലേക്ക് വെനസ്വേലയിൽ നിന്ന് കൊളംബിയയിൽ നിന്ന് എങ്ങനെ വരാൻ പറ്റും? ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അവരുടെ കോസ്റ്റ് ഗാർഡും അവരുടെ മിലിറ്ററിയും അറിയാതെ ഇത് വരാൻ പറ്റത്തില്ല. അപ്പൊ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ബ്ലണ്ടായിട്ട് എതിർക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവർ പറയുന്നു അത് ഫിഷർമാൻ ആണ്, കുറച്ചു പേര് പറയുന്നു വെറുതെ ബോട്ടെ വന്നവരാണ്. നോ, ദേ cannot do like that. വെറുതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മിലിറ്ററി ഇന്റലിജൻസ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അല്ല, അതിൻ്റെ അകത്ത് ഈ സബ്മറൈൻ്റെ അകത്ത് ഈ സാധനം കിടത്ത് അൺബിലീവബിൾ ആക്ച്വലി. കാരണം എങ്ങനെയാണ് അപ്പൊ അത് വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാക്കുക അൺബിലീവബിൾ. കാരണം അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ഗവൺമെന്റ് അറിയാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതല്ല ഇതൊരു ഗവൺമെന്റ് അറിവോട് കൂടിയുള്ള ട്രാഫിക്കിങ്ങിനെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോർഡർ വഴിയുള്ള ചെറിയ ചെറിയ കടത്തെന്ന് പറയുന്നത് അത് ഈ നടന്നു വരുന്നവർ കൊണ്ടുവരുന്ന ഒരു ബാഗിനകത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ അത് ഇവന്മാർ ബോർഡറിൽ കൊണ്ടുവന്നേച്ച് ഡിസ്പോസ് ചെയ്താണ്. പക്ഷേ ഈ സബ്മറീൻസ് വഴിയും ബോട്ട് വഴിയും സെവറൽ പൗണ്ട്സ്, അത് 100, 200, 300 പൗണ്ടൊന്നും അല്ല, ആയിരക്കണക്കിന് പൗണ്ട് ഡ്രഗ് ഈ സബ്മറീൻസിൽ കൂടി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിലിറ്ററി അറിയാതെ ഒന്നും നടക്കില്ല. അപ്പോ ഇവിടുത്തെ ഒരു 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ ലീഡിങ് കോസ് ഓഫ് ഡെത്ത്, അതിൽ വൺ ഓഫ് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഇസ് ദ ഓവർഡോസിങ് ഓഫ് ഫെന്റനൈൽ. അപ്പൊ അത് ഗവൺമെന്റ് അത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണ്. പുതിയ ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്, RFK ജൂനിയർ. എനിക്കറിയാവുന്ന ഒരു മലയാളി ഫാമിലി ലോസ് ഏഞ്ചലസിൽ അവരുടെ മകൻ ഓവർഡോസ് എടുത്ത് മരിച്ച കാര്യം എനിക്കറിയാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. യെസ്. അപ്പൊ ഇതിനകത്തിലൊരു ഗവൺമെന്റിന്റെ എന്താ പറയുക, ഇതൊരു ജിയോഗ്രഫിക്കൽ ഇഷ്യൂ അല്ല, ഇതൊരു എക്കണോമിക്കൽ വാറല്ല, ഇതൊരു ജിയോഗ്രഫിക്കൽ വാറല്ല, അല്ലെങ്കിൽ ഇതൊരു ബോർഡർ വാറല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ടെററിസം, ഇറ്റ് ഈസ് എ നാർക്കോ ടെററിസം വിച്ച് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. ഇതിപ്പോ തന്നെ ഓവർ ഡ്യൂ ആയി.
വളരെ നാളുകൾക്ക് മുൻപേ ഇത് ചെയ്യേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ സെക്കൻഡ് ടേമിലെങ്കിലും പ്രസിഡന്റ് ട്രംപ് അതിനൊരു റെസ്പോൺസിബിലിറ്റി എടുത്ത് അഡ്മിനിസ്ട്രേഷനെ, അതുപോലെ തന്നെ ഈ വെനസ്വേലയിൽ ഈ ഗ്യാങ് ഉണ്ടല്ലോ, ഈ ട്രെൻഡെ അരാഗ്വ എന്ന് പറയുന്ന ആ ഗ്യാങ്, അവര് വളരെ നല്ല നമ്പറില് ഈ ബോർഡർ വഴി ഇവർ ഇതിനകത്ത് കടന്നിട്ടുണ്ട്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അമേരിക്ക തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ഡ്രഗ് ലോഡും അതേപോലെ മാഫിയയും വളരെ ആക്റ്റീവാണ്. എന്തുകൊണ്ട് അമേരിക്കൻ എൻഫോഴ്സ്മെന്റിന് ഇവരെ ഒതുക്കാൻ പറ്റുന്നില്ല? ബിക്കോസ് അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ ഈ ക്രൈം ചാർജ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ അത് നമ്മൾ ഇവിടെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തന്നെ നോക്കിയാൽ ഇപ്പം ഷിക്കാഗോ പോലുള്ള ഒരു സിറ്റിയില് ഫെഡറൽ ഗവൺമെന്റ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് ഫോഴ്സിനെ വിടും, പാരാമിലിറ്ററി ഫോഴ്സിനെ ഇന്റർവീൻ ചെയ്യും, പാരാമിലിറ്ററി ഫോഴ്സിനെ വിടും. യുഎസിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും യുഎസിലെ ഒരു ഫെഡറൽ സിസ്റ്റം വെച്ച് സ്റ്റേറ്റ് ഗവൺമെന്റും അതിനകത്തിൽ പങ്കാളിയാകാത്തടത്തോളം കാലം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നല്ല, ഇറ്റ്സ് വെരി ഹാർഡ്. ഇപ്പൊ സംഭവിച്ച അതാണ്. ഇപ്പൊ ഫെഡറൽ ഏജൻസിനെ ഷിക്കാഗോയിലേക്ക് വിടുന്നു, മെട്രോ സിറ്റീസിൽ, ക്രൈമുള്ള മെട്രോ സിറ്റീസിലേക്ക് വിടുമ്പോൾ ഷിക്കാഗോ മേയർ, ഇല്ലിനോയിസ് ഗവർണർ ഓപ്പണായിട്ട് വന്ന് പോലീസോട് പറയാം, ലോക്കൽ പോലീസോട് പറയാം, ഡു നോട്ട് സപ്പോർട്ട് ദം. ഒരു സൈഡിൽ കൂടി ക്രൈമും വളരുകയാണ്. ദ സിറ്റി ഈസ് നോട്ട് സേഫ്, നോബഡി ക്യാൻ ഗോ ഇൻ ദ സിറ്റി. അങ്ങനെ ഒരു സൈഡിൽ കൂടെ അത് നടക്കുമ്പോൾ ഈ ലോക്കൽ ലീഡേഴ്സ് പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കും, നമ്മൾ ഇന്ത്യയിലാണ് ഒരു അവസ്ഥ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ മുഖ്യമന്ത്രി പറയും ഇവിടെ കുഴപ്പമൊന്നുമില്ല, സെൻട്രൽ ഗവൺമെന്റ് ഫോഴ്സിനെ അയക്കേണ്ട എന്ന് പറയുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബിക്കോസ് ഓഫ് ദ ഫെഡറൽ സിസ്റ്റം, ആ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. പക്ഷെ അത് ബൈപാസ് ചെയ്യാനായിട്ട് ദേ ഹാവ് ഓപ്ഷൻസ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് പ്രസിഡന്റ് ട്രംപ് ഈസ് ഡൂയിങ് റൈറ്റ്. അല്ല, എനിക്ക് പേഴ്സണൽ അറിയാൻ, വാഷിംഗ്ടണിൽ താമസിച്ച സമയത്ത് ഞാൻ താമസിച്ച ഹോട്ടലിലെ താഴെ ഇവിടെ അറ്റാക്ക് കിടക്കുന്ന ആൾക്കാരെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു, ഡ്രഗ് അടിച്ച് അവിടെ കറങ്ങി, ഞാൻ നേരിട്ട് കണ്ടത്. ഇത് ഒരു പോലീസ് അടുത്ത തവണ വരുമ്പോഴേ DC സിറ്റിയിലെ രാത്രിയും പകലും ഒക്കെ ഇറങ്ങി നടന്നോളൂ. അതാ ഞാൻ പറഞ്ഞു, ഞാനിത് കണ്ടത് ആ ഗ്യാങ്ങിന്റെ ഓപ്പറേഷൻസ് എല്ലാം ഞാൻ കണ്ടത്, നേരിട്ട് കണ്ടത്. അത് നമ്മളിപ്പോ വേറൊരാൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ രാത്രി ക്ലീനപ്പ് ചെയ്തു. കഴിഞ്ഞ ഒരു 2 months കൊണ്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ഏത് കുഞ്ഞിന് വേണേലും DC ഇറങ്ങി നടക്കാം. ഒന്ന് ആലോചിച്ച് ഒരു രാജ്യത്തിന്റെ, ലോകത്തിന്റെ തന്നെ ക്യാപിറ്റൽ, ലോകം നേടിയിട്ടുന്ന ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ജേർണലിസ്റ്റിന് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം അവിടെ ആൾക്കാരും പറഞ്ഞു, അത് എന്റെ സുഹൃത്തും പറഞ്ഞു, രാത്രി ഇറങ്ങി നടക്കരുത്. കാരണം ഞാൻ അതിൻ്റെ അടുത്തൊരു ഹോട്ടലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും പറഞ്ഞു അതിൻ്റെ അടുത്ത് ഇറങ്ങി നടക്കരുത്, അത് വലിയ പ്രശ്നമാണ്. സത്യം, ഞാനിത് കണ്ടതായത്. കാരണം ആ രീതിയിൽ, കാരണം അപ്പം ആ സമയത്ത് ഞാൻ ആലോചിക്കുകയും ചെയ്തു, അപ്പൊ ഞാൻ താമസിക്കാൻ ഡൽഹി ക്യാപിറ്റലിൽ എത്രയോ സേഫ്. അപ്പൊ അവിടെ അതാണ് ഓപ്പണായിട്ട് ഞാൻ കണ്ട ഇത് സംഭവം. കാരണം അതാണ് മുമ്പേ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി അതാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന് ഈ ക്രൈം കൺട്രോൾ ചെയ്യാനായിട്ട് ലിബറൽ സിറ്റീസ് എല്ലാ കാലത്തും കാരണമുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറയാം. അവരുടെ വോട്ട് ബാങ്ക് ആണ്. ഇവരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുകയോ ഇവരെ പിടിച്ച് ജയിലിൽ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വോട്ടില്ല. ഇപ്പൊ തന്നെ ഈ മിലിറ്ററി ആക്ഷൻ, ഇപ്പൊ ഈ സെപ്റ്റംബറിൽ നടന്ന 2025 സെപ്റ്റംബറിൽ നടന്ന ഈ സെപ്റ്റംബറിൽ നടന്ന മിലിറ്ററി ആക്ഷനിൽ തന്നെ ഒരു ഫസ്റ്റ് സ്ട്രൈക്കില് 4 നാർക്കോ ടെററിസ്റ്റിനെ അവര് ദേ കിൽഡ് 4 ടെററിസ്റ്റ്. പിന്നെ സെപ്റ്റംബർ 2-ാം തീയതി, പിന്നെ സെപ്റ്റംബർ 15 നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ റീസെന്റ് അതാണ് കൊളംബിയ, അത് പിന്നെ കൊളംബിയൻ സബ്മറൈൻ ആണെന്ന് പറയുന്നത്. വെരി റീസെന്റ് നടന്നു, October 14th or 15th. ടോപ്പിക് ഇപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് വെനസ്വേലയുടെയും കൊളംബിയയുടെയും പ്രസിഡന്റുമാരെ മാറ്റാനുള്ള പോസിബിലിറ്റി അമേരിക്ക അതല്ലേ അൾട്ടിമേറ്റ് ഗെയിം എന്ന് പറയുന്നത്. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ മറ്റുള്ളൊരു ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നല്ലേ പറയുന്നത്.
തീർച്ചയായിട്ടും അത് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി അത് ഒരു താല്പര്യമാണ്. അതിനകത്തൊരു സംശയമൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷീസ് വൺ ഓഫ് ദ ഓപ്പോസിഷൻ ലീഡേഴ്സ് അല്ലെ, അവരുടെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണല്ലോ. തീർച്ചയായിട്ടും അവർക്ക് പ്രസിഡന്റ് ട്രംപിന്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ആ നോബൽ പ്രൈസ് പ്രസിഡന്റ് ട്രംപിന് ഡെഡിക്കേറ്റ് ചെയ്തത്. പീപ്പിൾ ഓഫ് വെനസ്വേല ആൻഡ് പ്രസിഡന്റ് ട്രംപ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു എന്താ പറയാ, ഒരു സ്ഥിരതയില്ലാത്ത ഈ ഒരു ഗവൺമെന്റ്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത അങ്ങനെ ഒരു ഗവൺമെന്റ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ബോർഡറിൽ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നും അതൊരു ത്രെട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ സ്ഥിരതയില്ലാത്ത ഗവൺമെന്റിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും യുഎസിന്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് പക്ഷെ ഇതുകൊണ്ട് ഇത് നടത്തി അയാളെ മറിച്ചിടുക എന്നുള്ളതിനപ്പുറത്തായിട്ട് അവിടെയുള്ള ജനങ്ങള് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഷുഡ് ലീവ്. ദാറ്റ് ഈസ് വാട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അയാളോട് പറയുന്നതാണ്, യു ബെറ്റർ ലീവ്. ഇനി അവിടെ കഴിച്ചു പോയി കിടക്കേണ്ട കാര്യമില്ല. ആ രാജ്യം നശിപ്പിച്ചു. മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു കനോട്ട് സ്റ്റേ ദെയർ. അപ്പൊ അത് ഹി ഹാസ് ടു അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ ഒരു കാര്യമാണ്, അയാൾക്കറിയാം അയാള് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ എന്നുള്ള ഒരു ഭയം കാണും. അതെ, നാച്ചുറലായിട്ട് അത് കാണും. കാരണം അതുകൊണ്ടല്ലേ പറഞ്ഞ പാർഷ്യലായിട്ട് അധികാരം മാറിപ്പോയി. ഏതായാലും നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും ഇതേപോലെ ചിറ്റ. താങ്ക് യു വെരി മച്ച് ഷാജൻ. ബൈ. Very good. Bye.